ഇവിടെ ഇരിക്കേ, മിണ്ടല്ലേ. അവര് പോയി. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ പിടിച്ചില്ലെന്നെങ്കിൽ ഇപ്പൊ ശവമായെന്നെ. എന്റെ ദൈവമേ, ജീസ അവളെവിടെ? സാർ, സാർ, are you okay? I'm fine, Felix. സാർ, ആരെയാ നോക്കുന്നേ? ഒന്നുമില്ല, വാ പോവാം. ഹലോ, പറ ഫെലിക്സ്. വാട്ട്? എന്നിട്ട് ഏപ്പൽ ഇപ്പോൾ ഇവിടെ ഉണ്ട്? ഐ എം കമ്മിങ്. എന്താ ഉണ്ടായി? മാഫിയ അറ്റാക്കോ? ആരാ? സാമുവലിന്റെ തേങ്ങ സാർ. സാമുവൽ? അതേതാ പുതിയൊരു അവതാരം? ജാക്സന്റെ ചേട്ടനാണ് സാമുവൽ. അപ്പോ പുതിയ ഗെയിം സ്റ്റാർട്ടായി അല്ലേ? നമുക്ക് നോക്കാം. അതുമാത്രമല്ല, ഇന്നലെ നീ അറ്റൻഡ് ചെയ്ത മീറ്റിംഗ് അവരുടെ കമ്പനിയിലെ ഡീല. ആ ഡീല് നീ ക്യാൻസൽ ചെയ്തില്ലേ? അതിൻ്റെയൊക്കെ ആയിരിക്കാം ഇന്നത്തെ ഈ അറ്റാക്ക്. അതെന്താ നീ ക്യാൻസലാക്കിയേ? ഡ്രഗ് ഡീലായിരുന്നു. ഏബൽ, നീ സൂക്ഷിക്കണം. നീ വീട്ടിലുള്ളവരോട് പറയണം അനാവശ്യമായിട്ട് പുറത്തു പോകരുതെന്ന്, പ്രത്യേകിച്ച് എസ്തറിനോട്. ഞാൻ പറയാം. എന്തായി? അവൻ മരിച്ചോ? നോ സാർ, അവർ നമ്മളെ കൂട്ടത്തിലുള്ള ഒരുപാട് പേരെ കൊന്നു. ഡാം ഇറ്റ്, ഇതിനാണോ നിന്നേക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? സോറി സാർ. ഏപ്പൽ, അബ്രഹാം, മിഖായേൽ, നിന്റെ മരണം എൻ്റെ കൈകൊണ്ട് തന്നെ. എന്താടി അവിടെ നടന്നേ? ഞാൻ ഓടിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ശവമായെന്നെ. അതെ, ഞാൻ പേടിച്ചു പോയി. പെട്ടെന്ന് നിന്നെയും കണ്ടില്ല. എല്ലാരും ഓടിയപ്പോ ഞാനും അവരെ കൂടെ ഓടി. ബെസ്റ്റ്. എന്താടി നാളെ പ്ലാൻ? നാളെയോ? നാളെ എന്താ? നാളെ അല്ലേ സാറ്റർഡേ? നീയല്ലേ പറഞ്ഞ എസ്തറിന്റെ വീട് കണ്ടുപിടിക്കണമെന്ന്? അത് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് രാത്രി പോവാം. രാത്രിയോ? രാത്രി എന്തിനാ പോകുന്നേ? രാത്രി അവരെല്ലാം ഉറങ്ങില്ലേ? എടി കോപ്പേ, നമ്മളവിടെ കല്യാണത്തിന് പോണതല്ല, അവർ ഉണർന്നിരിക്കുമ്പോ ചെന്ന് കയറി കൊടുക്ക. അവിടെ പോയി ജാക്സൺ തന്നെ ആരാ കൊന്നേന്ന് കണ്ടുപിടിക്കണം, കേട്ടോ? അത് കണ്ടുപിടിച്ചിട്ട് എന്താ, പോലീസിന് കൊണ്ടു കൊടുക്കണം. ഇതെല്ലാം നോക്കുമ്പോൾ അവർ മാഫിയാസ് തന്നെ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ മാഫിയാസിന്. ഇതുപോലൊരു രാത്രി എൻ്റെ മുന്നിൽ വെച്ച് അപ്പയും അമ്മയും എൻ്റെ ഇച്ഛാനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, കണ്ടു നിൽക്കാനായിട്ട്. ഇതേ പെണ്ണെ, ഇനി ഓരോന്ന് ആലോചിച്ച് വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ ഉണ്ടല്ലോ. മതി, വാ വന്നേ, നമുക്ക് പോയി കിടക്കാം. വാ. എന്നാ ഞാൻ ഇറങ്ങാം. ഏവൽ, നീ വരുന്നില്ലേ? ഞാൻ ഇച്ചായനോടെ വന്നോളാം, നീ പൊക്കോ. സൂക്ഷിക്കണം കേട്ടോ. ഇച്ചായ, ഞാൻ പറഞ്ഞ കാര്യം. നീ വാ. ഇത് ജൂഹിയുടെ ഫാമിലി. അച്ഛൻ, അമ്മ, ഒരു ബ്രദറിൻ്റെ ഫോട്ടോ കിട്ടിയിട്ടില്ല.
ജൂഹിയുടെ അച്ഛൻ്റെ അമ്മയുടെ ലവ് മാരേജാണ്. അമ്മ പാലക്കാട്, അച്ഛൻ ബാംഗ്ലൂർ. അങ്ങനെ അവർ ഇവിടെ വന്ന് സെറ്റിലായി. ജൂഹിക്ക് 8 വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അവിടെ വെച്ച് അമ്മയും അച്ഛനും മരിച്ചു. അവളുടെ ബ്രദറിന്റെ ബോഡി കിട്ടിയിട്ടില്ല, മരിച്ചെന്നൊക്കെ എല്ലാവരും പറയുന്നത്. പിന്നെ അതൊരു മാഫിയ അറ്റാക്ക് ആണെന്നൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ്. അവർക്ക് ഇവിടെ ഫാമിലി റിലേറ്റീവ്സ് ഒന്നുമില്ല. അങ്ങനെയാണ് ജൂഹി ഓർഫനേജിൽ വരുന്നത്. ഗുഡ് മോർണിംഗ് ജിസ. മോർണിംഗ്. പോയി പല്ലേച്ചിട്ട് വന്ന് കോഫി എടുത്ത് കുടിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്. എന്താ? എസ്തറിൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ശരിക്കും? എങ്ങനെ കിട്ടി? നമ്മുടെ ലിസ ഇല്ലേ, അവളുടെ വീടിരിക്കുന്നതിൻ്റെ നെക്സ്റ്റ് സ്ട്രീറ്റിലാണ് എസ്തറിൻ്റെ വീട്. ഞാൻ ലിസയോട് ചോദിച്ചു, അവള് പറഞ്ഞതാ. ഓ, അപ്പോൾ നമുക്ക് രാത്രി പോയി നോക്കാം. വീടിന് നെയിമുണ്ടോ? ആ ഉണ്ട്, ഇതാ മിഖായേൽ മാൻഷൻ. ഇതാണ് ആ സ്ട്രീറ്റ് എന്ന് തോന്നുന്നു. ശരിയാ, എനിക്കും തോന്നുന്നു ഇതായിരിക്കോ വീട്. ലൊക്കേഷൻ അനുസരിച്ച് ഇവിടെയാണ് വരണത്. ഒരു മിനിറ്റ്. ഇത് തന്നെയാ വീട്. ഇതാ കണ്ടില്ലേ, വെണ്ടയ്ക്ക് അക്ഷരത്തിൽ മിഖായേൽ മാൻഷൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ വീട്. എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നു. ഓ, രാത്രി 12 മണിക്ക് വന്ന് വീടിൻ്റെ ഫ്രണ്ട് വന്നിട്ട് അവർ ഉറങ്ങി വന്ന്. നീ പൊട്ടിയാണോടി? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. വാ, അങ്ങോട്ട് പോവാം. എടി, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. ഇനി ഒന്നും ആലോചിക്കല്ല, നീ വന്നേ. ഫ്രണ്ടിൽ മൊത്തം ബോഡി ഗാർഡാ, അപ്പൊ അതുവഴി നമുക്ക് പോകാൻ പറ്റില്ല. ഓ, ഇവന്മാർക്കൊന്നും ഉറക്കമില്ലേ. അതുകൊണ്ട് നമ്മൾ ഈ മതില് ചാടി വേണം പോവാൻ. എന്തോന്ന് മതില് ചാടാനാ? നീ വാ, സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. എങ്ങനെയൊക്കെ അകത്തു വന്നു. ഇതെന്തോന്ന്? ഇത് കൊട്ടാരോ? ഇതിപ്പോ എവിടെ നിന്ന് തുടങ്ങും? നീ ഇവിടെ കയറും, ഞാനിവിടെ കയറും. ജിസ, ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം. എന്തെങ്കിലും പന്തികേട് തോന്നിയാ ഒന്നും നോക്കണ്ട, ഓടിക്കണം. കേട്ടല്ലോ? അത് പിന്നെ പറയാനുണ്ടോ? ഞാൻ ആദ്യമേ ഓടില്ലേ. ബെസ്റ്റ്. ഞാനിത് ആരോടായി പറയുന്നേ? ഇതിപ്പോ ആരെ റൂമാ? ഇയാളുടെ റൂമാണോ? കാണാനൊരു പൂച്ചക്കുഞ്ഞിനെ പോലെയൊക്കെ ഉണ്ട്. ജിസ, വേണ്ട, വന്ന കാര്യം നോക്കിട്ട് പോവാൻ നോക്ക്. മാഫിയാസ. ഓ, എത്ര പൊക്കോ ഈ ബാൽക്കണിക്ക്. ഇവക്കൊക്കെ ഇതൊന്ന് താഴ്ത്തി കെട്ടിക്കോളി, മനുഷ്യനെ നനക്കെടുക്കാൻ വേണ്ടിട്ട്. ഇതിപ്പോ ആരുടെ റൂമാ? ഇതെന്നലെ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടാളല്ലേ? ഇതാണോ ഈ എസ്തറിന്റെ ചേട്ടൻ? എന്റെ ദൈവമേ, തോക്ക്. ഞാനിവിടെ ഉണ്ട്. എന്താ ചെയ്യാ? എന്തായാലും ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ അവിടെ കയറി വിളിക്കും. ഞാൻ ഇവിടെ വല്ലതും നോക്കട്ടെ. ആ ശരി. ഈശോയെ കാത്തോളി. കുളിക്കാണോ? ഇത് എന്നെ പറ്റിയ സമയം. ഇനി ഓടിയാലോ?
നമ്പറിലൊക്കെ ഓർമ്മ ജിസയെ നോക്കാം. എന്റെ കർത്താവേ, ഈ കട്ടിനടിയിൽ കിടന്ന് ഞാൻ ചാവത്തേ ഉള്ളൂ. ഭംഗി മാത്രമേ ഉള്ളൂ, കണ്ടുപിടിച്ച കൊന്നുകളയും. അയ്യോ, ഉറങ്ങിയോ? ജിസ, ജിസ, ഇവിടെ ഇപ്പൊ ആരുമില്ല. എങ്ങോട്ടാ?